ഹലോ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു ക്രൂഷ്യ റിബണാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനെ ക്രൂഷ്യ റിബണെന്നും വിളിക്കാം, അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പിലൊരു ക്രൂഷ്യ ബോ എന്നും വിളിക്കാം. നമ്മുടെ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ യാണിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യാണിൻ്റെ ഒരു മിഡിലായിട്ടാണ്. നമ്മളുകൊണ്ട് കുറേ യാണിങ്ങനെ നീക്കി വെക്കണം. നമ്മൾ എന്നിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള അത്രയും അങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ മിഡിലായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നീക്കിയിട്ടുണ്ട്, അത്രയും നീക്കേണ്ട ആവശ്യമില്ല, ശരിക്കും കുറച്ച് മതി, എൻ്റെ ഇത്തിരി വലുതായി പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു യാൺ ബോൾ നമ്മുടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അതിനെ മിഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യണം. സ്ലിപ്പ് നോട്ട് ചെയ്യാനറിയാത്തവർ സ്ലിപ്പ് നോട്ടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിംഗ് യാണായിട്ട് പിടിക്കുന്നത് നമ്മുടെ ആ ഒരു യാൺ ബോളിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു യാണില്ലേ, അതാണ് നമ്മൾ വർക്കിംഗ് യാണായിട്ട് പിടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴത്തോട്ട് യാൺ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഞാൻ പിടിച്ചിട്ടില്ലേ, മറ്റേ നമ്മൾ നീക്കി വെച്ച യാണിൻ്റെത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാൺ ടെയിലാണ് നമ്മൾ അങ്ങോട്ട് കുറേ നീക്കിയിട്ടുള്ളതല്ലോ, അത് നമ്മളിങ്ങനെ താഴത്ത് കൂടി ഇങ്ങനെ മേലോട്ടാക്കി നമ്മുടെ ബാക്കിൽ കൊണ്ടിങ്ങനെ പിടിക്കണം. എനിക്കൊന്ന് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ അകത്ത് കൂടി പുറത്തോട്ടെടുക്കണം. നമ്മൾ വീണ്ടും നമ്മുടെ യാണിൻ്റെ ടെയിൽ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ എടുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. 2 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ അകത്ത് കൂടി പുറത്തോട്ടെടുക്കണം. നമ്മൾ വീണ്ടും ആ യാണിൻ്റെ ടെയിൽ നമ്മുടെ ഹുക്കിൻ്റെ ഫ്രണ്ടിൽ കൂടി എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ വെക്കണം. എന്നിട്ട് 2 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക, ആ 2 ലൂപ്പിൻ്റെ അകത്ത് കൂടി പുറത്തോട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ തവണ ചെയ്യുക. ഞാനത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലെങ്കിൽ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും, നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ കുറേ തവണ ചെയ്യണം. Let's take it nice and slow. Please understand I'm not one to dance. Let's have a go with nothing much planned, but I love this band. And I'll take it how you give it, just so you do what you're willing to do. And I'll do that too. നിങ്ങൾക്ക് ഇത് എന്നിട്ട് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രത്തോളം ഇത് ചെയ്ത് പോവുക. ഞാൻ ആക്ച്വലി ഇത് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് നീണ്ടു പോകുന്നുണ്ട്. നിങ്ങൾ അത്രയും നീളം വെക്കണ്ട. ഞാനിങ്ങനെ ചെയ്ത് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് നീളം കൂടിപ്പോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് ആയിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു രണ്ട് യാൺ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ വർക്കിംഗ് യാണും
പിന്നെ ആ ഒരു ടെയിലും, അത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് കൂടി യാണോർ ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനെ ഒന്നിങ്ങനെ വലിച്ച് അതിൻ്റെ ഒരു ഇത് വലുതാക്കിയിട്ട് നമ്മൾ ആ യാണൊന്ന് അവിടെ കൊണ്ട് മുറിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് ഒരു നീണ്ടു കിടക്കുന്ന ആ ഒരു യാൺ നമ്മുടെ ആ ഒരു നീഡിൽ വെച്ചിട്ട്, ഡാർണിങ് നീഡിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് കൂടി തന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ എടുക്കുക. ഞാൻ 2-3 വട്ടം എടുക്കുന്നുണ്ട്. അതേപോലെ 2-3 വട്ടം എടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രൂഷ്യ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഹൈഡ് ചെയ്യുമല്ലോ. എക്സ്ട്രാ ആയിട്ട് കിടന്നേച്ച ആ ഒരു യാണൊക്കെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിബൺ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് നമ്മളിത് ബാഗിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ലൈക്ക് ഒരു ഹെഡ്ഫോൺസിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു റിബൺ പോലെ ടൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കൈ കിട്ടിയൊരു ബാഗിലാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ടൈ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തു വന്നപ്പോൾ ഒരു ഇത്തിരി വലുതായി പോയതുകൊണ്ടാണ് ലാസ്റ്റ് ഇത്തിരി അത് നീണ്ട് കിടക്കുന്നത്, ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ല നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ചെറുതായിട്ട് ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കാം. ഇനിയും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെയൊക്കെ വീഡിയോ ഇനിയും ഇടുന്നതാണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചാനലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ബൈ.